ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാക്ബത്ത് എന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു സ്റ്റോറിയാണ്. മാക്ബത്തിൻ്റെ ദുരന്തം അല്ലെങ്കിൽ മാക്ബത്ത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു ദുരന്ത നാടകമാണ്. ഒരു രാജാവിൻ്റെ വധവും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ചെറിയ ദുരന്ത നാടകമായ മാക്ബത്ത് 1603 1607 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈമൺ ഫോർമാൻ എന്ന വ്യക്തി 1611 ഏപ്രിൽ മാസത്തിൽ നാടകത്തിൻ്റെ അവതരണം ദർശിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷേക്സ്പിയർ കൃതികളുടെ ആദ്യ ശേഖരത്തിൽ തന്നെ മാക്ബത്ത് ഇടം നേടിയിരുന്നു. റാഫേൽ ഹോളിൻഷെഡിൻ്റെ ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും അയർലൻഡിൻ്റെയും ചരിത്രം എന്ന കൃതിയിൽ നിന്നാണ് ഷേക്സ്പിയർ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളായ മാക്ബത്ത്, മക്ഡഫ്, ഡങ്കൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയത്. എന്നാൽ സ്കോട്ട്ലൻഡ് ചരിത്രത്തിലെ സംഭവങ്ങളുമായി കഥയിലെ സംഭവങ്ങൾക്കുള്ള സാമ്യം തുച്ഛമാണ്. നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായി മാക്ബത്ത് എന്ന രാജാവ് യഥാർത്ഥത്തിൽ കാര്യപ്രാപ്തിയുള്ളവനും ജനസമ്മതനുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശപിക്കപ്പെട്ട ഒരു നാടകമായാണ് മാക്ബത്തിനെ നാടകരംഗത്തുള്ള പലരും കണക്കാക്കുന്നത്. ഇവർ നാടകത്തിൻ്റെ പേര് പറയുന്നതിനു പകരം സ്കോട്ടിഷ് നാടകം എന്നാണ് പറയുക. എങ്കിലും നൂറ്റാണ്ടുകളായി തന്നെ പല പ്രശസ്ത നടീനടന്മാർ ഈ നാടകത്തിൽ മാക്ബത്തിനെയും ലേഡി മാക്ബത്തിനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അനേകം തവണ ചലച്ചിത്രമായും ടെലിവിഷൻ നാടകമായും ഒപ്പേറയായും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മാക്ബത്ത് നോവൽ, ചിത്രകഥ തുടങ്ങിയ മറ്റു രൂപങ്ങളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഡങ്കൻ രാജാവ് മാക്ബത്തിൻ്റെ കൊട്ടാരം സന്ദർശിച്ച് അവിടെ താമസിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ലേഡി മാക്ബത്ത് അദ്ദേഹത്തെ കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. തുടക്കത്തിൽ മാക്ബത്ത് ഈ പദ്ധതിക്ക് എതിരായിരുന്നെങ്കിലും ലേഡി മാക്ബത്ത് അടുത്ത ദിവസം പുലർച്ചയ്ക്ക് മാക്ബത്തിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന സ്കോട്ട്ലൻഡുകാരനായ ലെനോക്സും അംഗരക്ഷകന്മാരെ കൊല്ലുന്നു. മക്ഡഫ് മാക്ബത്തിനെ സംശയിക്കാൻ തുടങ്ങുന്നുവെങ്കിലും അത് പ്രകടമാക്കുന്നില്ല. ഇതേസമയം ഡങ്കൻ്റെ മക്കളായ മാൽക്കമും ഡോണൽ ബെയ്നും പ്രാണരക്ഷാർത്ഥം നാടുവിടുന്നു. എന്നാൽ ഇവരുടെ നാടുവിടൽ ഇവർക്ക് കൊലയിൽ പങ്കുള്ളവരായി സംശയിക്കാൻ ഇംഗ്ലണ്ടിലായിരുന്നതിനാൽ താൻ സുരക്ഷിതനാണെന്ന് മക്ബത്ത് കരുതുന്നു. എങ്കിലും മക്ഡഫിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരെയും മക്ഡഫിൻ്റെ ഭാര്യയെയും മക്കളെയും ഉൾപ്പെടെ കൊന്നുകളയുന്നു. തങ്ങൾ ചെയ്ത തെറ്റുകളുടെ പാപബോധം മൂലം ലേഡി മക്ബത്തിന് സ്ഥിരബോധം നഷ്ടപ്പെടുന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയും ഇല്ലാത്ത രക്തക്കറ കൈകളിൽ നിന്ന് കഴുകിക്കളയാനും അവർ ശ്രമിക്കുന്നു. ഒപ്പം തങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഉറക്കെ വിലപിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലണ്ടിലായിരുന്ന മക്ഡഫ് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അതിക്രൂരമായി വധിക്കപ്പെട്ടതിനെക്കുറിച്ച് തൻ്റെ ആശ്രിതനായ റോസിൽ നിന്ന് ഇംഗ്ലീഷുകാരനായ സീവാർഡിൻ്റെയും മക്ഡഫിൻ്റെയും ഒപ്പം മാൽക്കം ഡൻസിനൻ കൊട്ടാരം ആക്രമിക്കാൻ പുറപ്പെടുന്നു. ബിർന മക്ഡഫ് മാക്ബത്തുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുമ്പോൾ സ്ത്രീ പ്രസവിച്ചവർക്കാർക്കും തന്നെ കൊല്ലുവാൻ കഴിയുകയില്ല എന്ന പ്രവചനം മാക്ബത്ത് അറിയിക്കുന്നു. എന്നാൽ മക്ഡഫ് തന്നെ പ്രസവിക്കുകയല്ല. മാക്ബത്തിന് ശേഷം മാൽക്കം രാജാവാകുന്നുണ്ടെങ്കിലും ബാങ്ക്വയെക്കുറിച്ചുള്ള പ്രവചനം സത്യമാകുന്നുണ്ട് എന്ന് ഷേക്സ്പിയറിൻ്റെ കാലത്തെ കാണികൾക്ക് വ്യക്തമാകുന്നു. കാരണം ഇംഗ്ലണ്ടിൻ്റെ ജെയിംസ് ഒന്നാമൻ രാജാവ് ബാങ്ക്വയുടെ പിൻഗാമി എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഇതോടെ ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന കൃതി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. വീണ്ടും പുതിയൊരു സ്റ്റോറിയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.